കാക്കനാട് യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്ന് പോലീസ്. ഒന്നാം പ്രതി ഷെഫിൻ നേരത്തെ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടയാൾ. മൂന്നാം പ്രതി വിബീഷ് നേരത്തെ ക്രിമിനൽ കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു. റിമാൻഡിലായ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപം യുവാക്കളെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികളായ 3 പേരെ തിങ്കളാഴ്ച കോഴിക്കോട് നിന്നായിരുന്നു പിടികൂടിയത്. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി വിബീഷ് ബെന്നി എന്നിവരെയാണ് കോഴിക്കോട് നിന്നും പിടികൂടി കൊച്ചിയിലെത്തിച്ചത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയപ്പോൾ നാട്ടുകാർ വൻ പ്രതിഷേധവുമായി സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി. പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ പ്രതികളെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാനൊരുങ്ങി. ഇതേ തുടർന്ന് പ്രദേശം ഏതാനും സമയം സംഘർഷാവസ്ഥയിലായി. പോലീസ് ഏറെ പണിപ്പെട്ട് പ്രതികളെ തൃക്കാക്കരയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെയും ജനരോഷമുണ്ടായി. പിന്നീട് പോലീസ് വാഹനത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമവും ജനരോഷത്തെ തുടർന്ന് പോലീസ് ഉപേക്ഷിക്കുകയായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഒന്നാം പ്രതി ഷെഫിൻ നേരത്തെ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടയാളാണെന്നും മൂന്നാം പ്രതി വിബീഷിനെതിരെ നേരത്തെ ക്രിമിനൽ കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു കാറിലെത്തിയ 3-അംഗ സംഘം വാഴക്കാല സ്വദേശികളായ 3 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ കാറിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. വാഴക്കാല സ്വദേശികളായ നിസാം, ഷെഫി, അച്ചു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അച്ചു സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 2 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.